ഞാൻ ഇപ്പോൾ ചിക്കൻ കറിയുടെ ഷോർട്ട് വീഡിയോ ഇട്ടാലും ആരെങ്കിലൊക്കെ ആയിട്ട് വന്നിട്ട് പറയും ഇതിൻ്റെ ലോങ് വീഡിയോ ഇടുമെന്ന്. എന്നാൽ ഇന്ന് വിശദമായിട്ട് അങ്ങോട്ട് റെസിപ്പി അങ്ങോട്ട് പറയാം. നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറി. ഇതിൻ്റെ ഈ ഗ്രേവി മതി കേട്ടോ ചോറ് കഴിക്കാൻ. ചോറിനും ചപ്പാത്തിക്കും നമ്മുടെ പൊറാട്ടയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. ഇതിലോട്ട് ആദ്യം വേണ്ട തക്കാളിയാണ്. നല്ലപോലെ പഴുത്ത തക്കാളി 3 എണ്ണാണ് എടുത്തുള്ളത്. ഇനി അത് നല്ലപോലെ പുഴുങ്ങിയെടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് കൂടെ വെളുത്തുള്ളി ഇഞ്ചി എടുക്കണം. അത്യാവശ്യം വലിയൊരു ഇഞ്ചി കഷ്ണവും പിന്നെ ഒരു അരപ്പിടി വെളുത്തുള്ളിയാണ് എടുത്തുള്ളത്. ഏകദേശം വെളുത്തുള്ളിയുടെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു വലിയ വെളുത്തുള്ളിയുടെ അല്ലിയാണ് അത്. ഇനി ചെറിയ 2 കഷ്ണം പട്ടയും 3 ഏലക്കായും 2 ഗ്രാമ്പും പിന്നെ വലിയൊരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ കറിക്കുള്ള മസാലയ്ക്കുള്ളതാണ്. ഇനി 2 സവാള കട്ടില്ലാണ്ട് അരിഞ്ഞ് ഇതുപോലെ വറുത്ത് കോരണം. നമ്മൾ ബിരിയാണിക്കൊക്കെ സവാള വറുത്തെടുക്കണ പോലെ മൊരിയിച്ച് വറുത്തെടുക്കണം. ഇനി വറുത്തെടുത്ത സവാള തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പട്ട ഗ്രാമ്പു ഏലക്കായുടെ കൂടെ ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് വെണ്ണ പോലെ അങ്ങോട്ട് അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുത്തിട്ട് അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഈ സവാള വറുത്ത എണ്ണയിലോട്ട് ലേശം തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇതിലോട്ട് 2 സവാള കനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. എപ്പോഴും ചിക്കൻ കറിയുടെ ടേസ്റ്റ് കൂടാൻ സവാള നല്ലപോലെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ടേസ്റ്റിൻ്റെ കാര്യം മാത്രമല്ല, ചിക്കൻ കറിയുടെ ആ ഗ്രേവി ഭയങ്കര കുറുന്നനെയായിരിക്കും സവാള നല്ലപോലെ വഴറ്റിയെടുത്താൽ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളിയും സവാള വറുത്തതും കൂടെ ഉള്ള ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. എത്രത്തോളം വഴറ്റിയെടുക്കുന്നോ അത്രത്തോളം ഈ കറിയുടെ ടേസ്റ്റ് കൂടും. അതായത് ഇതിൽ നിന്ന് ആ എണ്ണ ഇറങ്ങി വരുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. ചിക്കൻ കറിക്ക് എപ്പോഴും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കാശ്മീരി ചില്ലിയാണ് ചേർക്കാറ്. ഇത് ചാംസ് എന്ന ബ്രാൻഡിൻ്റെ കറി പൗഡറുകളാണ്. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കാറ്. ഇതാകുമ്പോൾ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ വറുത്ത് പൊടിച്ച ആ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് ഈ മസാലപ്പൊടിക്കെല്ലാം. മാത്രമല്ല ഇത് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഒട്ടും കെമിക്കൽസ് ഒന്നും ചേർക്കാതെ തനി നാടൻ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്തുള്ളത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്തുള്ളത്. ഇനി ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. മസാലപ്പൊടികളെല്ലാം നല്ലപോലെ മൂത്ത് വന്നാലേ ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 1 കിലോ ചിക്കനാണ് ചേർക്കുന്നത്. എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ 2 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളവും 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ചിക്കനിലെ വെള്ളം എല്ലാം മാറ്റി ഇതുപോലെ കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും പൊറാട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാം. നല്ല രുചിയാണ്. എനിക്കിത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഒരു പപ്പടും കൂടി ഉണ്ടെങ്കിൽ പിന്നെ കുശാലായി. ഇതിൻ്റെ ഈ ഗ്രേവിക്ക് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ഗ്രേവി.